ഡർബി ആക്ഷൻ കോമഡി ഡ്രാമ ക്യാമ്പസ് മൂവിയാണ്. സിനിമയിൽ കേന്ദ്ര കഥാപാത്രമായിട്ട് നമ്മുടെ ആദം സാദിഖ്, സാഗർ സൂര്യ, അൽ അമീൻ, പിന്നെ നമ്മുടെ ജോണി ആൻ്റണി, ഫ്രാൻകോ, ഇങ്ങനെ കുറേ താരങ്ങൾ ഈ സിനിമയ്ക്കകത്തുണ്ട്. കോളേജിൻ്റെ ഒരു പശ്ചാത്തലത്തിലാണ് ഈ സിനിമ പറയുന്നത്. സാധാരണ നമ്മൾ കാണാറുള്ള എല്ലാ ക്രിഞ്ച് പരിപാടികളും ഇതിനകത്തുണ്ട്. എനിക്ക് സത്യത്തിൽ കണ്ടപ്പോൾ ഒരു തട്ടിക്കൂട്ട് സിനിമയായിട്ടാണ് തോന്നിയത്. കാരണം ക്യാമ്പസിൻ്റെ കഥകൾ നമ്മൾ ഒരുപാട് സിനിമകൾ കണ്ടിട്ടുണ്ട്. അത്യാവശ്യം നല്ല കളർഫുള്ളാണ്. പിന്നെ നമ്മുടെ ഗോപി സുന്ദറാണ് ഇതിൻ്റെ മ്യൂസിക് ചെയ്തിരിക്കുന്നത്. 4-5 പാട്ടുകളുണ്ട് ഈ സിനിമയ്ക്കകത്ത്. ആവശ്യത്തിനും അനാവശ്യത്തിനും അവിടെ ഇവിടെ എല്ലാം പാട്ടൊക്കെ കുത്തി കയറ്റിയിട്ടുണ്ട്. പെർഫോമൻസ് വൈസ് എല്ലാവരും നല്ല നൈസായിട്ട് ചെയ്തിട്ടുണ്ട്. എനിക്കിതിനകത്ത് കുറച്ചുകൂടെ അല്ലമീൻ്റെ കുറച്ച് കോമഡി ഇതിനകത്ത് വർക്കാവുന്നുണ്ട്. കാരണം പുള്ളി അടിക്കുന്ന ചില കൗണ്ടറൊക്കെ നമുക്ക് അത്യാവശ്യം നൈസായിട്ട് തോന്നുന്നുണ്ട്. സീനിയേഴ്സും ജൂനിയേഴ്സും തമ്മിലുള്ള അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിലുള്ള ആ അടി, ഈഗോ, അങ്ങനെയുള്ള റാഗിങ് പരിപാടിയൊക്കെയാണ് ഈ സിനിമയ്ക്കകത്ത് കാണിക്കുന്നത്. പിന്നെ നമ്മുടെ സാഗർ സൂര്യ ഇൻ്റർവ്യൂല് കഴിഞ്ഞിട്ടാണ് വരുന്നത്. വേറൊരു കോളേജിൽ നിന്ന് സ്പോർട്സ് കോട്ടയിൽ ഈ കോളേജിലേക്ക് വരുന്നതാണ്. ഒരു ഗ്യാങ് ഉണ്ടാക്കുന്നു, അതിനൊരു പേര് കൊടുക്കുന്നു, അങ്ങനെ എന്തൊക്കെയോ ഇതിനകത്ത് കാട്ടിക്കൂട്ടുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ല, ഒരു തട്ടിക്കൂട്ട് സിനിമയായിട്ടാണ് ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഈ സിനിമ കണ്ടപ്പോഴത്തേക്ക് തോന്നിയത്. സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത് ഷാജി മമ്പാട്ടാണ്. പുള്ളിയുടെ വേറെയും സിനിമകളൊക്കെ ഉണ്ട് കേട്ടോ ഷാജി മമ്പാട്ടിന്. മൻസൂർ അബ്ദുൾ ആണ് ഇതിൻ്റെ പ്രൊഡ്യൂസർ. അത്യാവശ്യം കുറച്ച് പൈസ ഒക്കെ മുടക്കിയിട്ടുണ്ട്. കഴിഞ്ഞിട്ടൊരു സാധനമൊക്കെ കാണിക്കുന്നുണ്ട്. ഈ ഹെലികോപ്റ്ററിനകത്തൊക്കെ കൊണ്ടുവന്ന് ഇറക്കിയിട്ടൊക്കെ എന്തൊക്കെയോ കാട്ടിക്കൂട്ടാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. സിനിമ മൊത്തത്തിൽ എന്താ പറയുക, ഒരു കുഴഞ്ഞു മറിഞ്ഞൊരു അവിയൽ പരുവത്തിലാണ്. ഇതിൻ്റെ ക്ലൈമാക്സിലേക്ക് വരുമ്പോഴത്തേക്ക് എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്നു. പിന്നെ നമുക്കെന്താണ്, ബോറടിയൊന്നുമില്ല. അത്യാവശ്യം നല്ല കളർഫുള്ളായിട്ട് സംഭവം ചെയ്തിട്ടുണ്ട്. കുറേ പാട്ടുകളും പിന്നെ ആ കോളേജിൻ്റെ ആ ഒരു അറ്റ്മോസ്ഫിയർ ഒക്കെ നല്ല രീതിയിൽ തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് പുതുമയായിട്ടൊന്നും പറയാനൊന്നുമില്ല. ചുമ്മാ തിയേറ്ററിൽ വന്ന് കണ്ടു പോകാൻ പറ്റുന്നൊരു സിനിമ. സാഗർ സൂര്യ ഇതിനു മുമ്പ് നമ്മൾ പ്രകമ്പനം സിനിമ, അതുപോലെ പണി സിനിമ, ഇതിനകത്തൊക്കെ പുള്ളീനെ കൊണ്ടുവന്നിരിക്കുന്ന ആ ഒരു സംഭവം ഉണ്ടല്ലോ, അത് ഇതിനകത്തും ഒരു നെഗറ്റീവ് ഷെയ്ഡിലേക്കാണ് ഫ്രാങ്കോയും നമ്മുടെ സാഗർ സൂര്യയും. പക്ഷേ ഒരു സുഖം തോന്നിയില്ല. പിന്നെ ചില സംഭവങ്ങളിലൊക്കെ BGM ഒക്കെ ഇട്ട് അങ്ങോട്ട് കൊഴിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. എന്നിട്ട് പിന്നെ നേരെ അങ്ങോട്ട് താഴോട്ട് പോകും. ഇതാണ് ഈ റൊമാൻറ്റിക് സംഭവങ്ങളൊക്കെ കാണിക്കുന്നത്. സംഭവം ക്രിഞ്ച് പരിപാടിയാണ്. കാരണം നമ്മൾ ഈ പഴയ കണ്ട് മടുത്തു പോയിട്ടുള്ള സംഭവങ്ങളൊക്കെ അതൊക്കെ തന്നെയാണ് ഇതിനകത്ത് കാണിക്കുന്നത്. വെറൈറ്റി ആയിട്ട് പറയാനായിട്ട് ഒന്നുമില്ല. പിള്ളേർക്ക് ഇഷ്ടപ്പെടുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലർക്കൊക്കെ ചിലപ്പോൾ ഇഷ്ടപ്പെട്ടേക്കാം. സിനിമ ആക്ഷൻ കോമഡി ഡ്രാമ എന്നൊക്കെയാണ് പറയുന്നെങ്കിലും ആക്ഷൻ എന്നൊക്കെ പറയാൻ നമുക്ക് വലിയ സംഭവമായിട്ടൊന്നും എനിക്കിനകത്ത് തോന്നിയിട്ടില്ല. കാരണം ഈ ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും കയറി കെട്ടി വലിച്ച് നിലത്തിടുന്ന സംഭവമൊക്കെ ആയിട്ടാണ് തോന്നിയിരിക്കുന്നത്. പിന്നെ പെർഫോമൻസ് വൈസ് അത്യാവശ്യം അതിനകത്ത് ചെയ്തിരിക്കുന്നവരെല്ലാം ചെയ്തിട്ടുണ്ട് നന്നായിട്ട്. എന്തൊക്കെയോ കാട്ടിക്കൂട്ടിയ ഒരു ഡെർബി ആയിട്ടാണ് എനിക്കിത് തോന്നിയത്. ഒരു അവിയൽ പരുവം സിനിമയായിട്ടാണ് തോന്നിയത്. പിന്നെ അല്ലമീൻ്റെ കുറച്ച് കോമഡി ഇതിനകത്തുണ്ട്. അതും കൂടി ഇല്ലാന്നുണ്ടെങ്കിൽ പടം അടപടലം മൂഞ്ചിയനായിരുന്നു. അങ്ങനത്തെ ഒരു സാധനം. കാരണം കോളേജ് സ്റ്റോറി എന്നൊക്കെ പറയുമ്പോൾ, അല്ലെങ്കിൽ ക്യാമ്പസ് സ്റ്റോറി എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് എന്തെങ്കിലുമൊക്കെ പുതുമ കൊണ്ടുവരാൻ വേണ്ടി അവർ ശ്രമിക്കണം. ഇത് അങ്ങനെയുള്ളൊരു സംഭവമില്ല. റൊമാൻറ്റിക് സംഭവങ്ങളൊന്നും ഈ ശരിക്കും അതിനകത്തോട്ട് വർക്കൗട്ട് ആയിട്ടില്ല എന്ന് വേണം പറയാൻ. ഇതാണ് എൻ്റെ ഡെർബി സിനിമ കണ്ട എൻ്റെ ഒരു എക്സ്പീരിയൻസ്. സിനിമ കണ്ടവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. അപ്പോൾ നമുക്ക് അടുത്തൊരു സിനിമ വിശേഷമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.